വല്ലാത്തൊരു ബുദ്ധിമുട്ടും ആഘാതവും തിരിച്ചടിയുമായി പോയല്ലോ ശ്രീ ശിവൻകുട്ടി ബി ജെ പിയെ സംബന്ധിച്ച്. പാലക്കാട് നഗരസഭാ മേഖലയിലെ നിങ്ങളുടെ ഒരു വലിയ ആധിപത്യം എന്നുള്ളതാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇല്ലാതാവും വിധം വലിയ തിരിച്ചടി നേരിട്ടിട്ടുള്ളത്. അത് വളരെ പ്രകടമായിരുന്നു, വളരെ പ്രകടമായിരുന്നു. അല്ല, ഇപ്പോൾ ശരത്ത് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൃദയഭൂമിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നവും ഞങ്ങൾ നടത്തി. ഞങ്ങൾ അങ്ങേയറ്റ പോരാട്ടം നടത്തിയിട്ടുള്ളൊരു സ്ഥലമാണ് പാലക്കാട്. പക്ഷേ പാലക്കാട് നമുക്ക് ആ ചർച്ചയിൽ വരുമ്പോൾ ഞാൻ കൂടുതൽ പാലക്കാടിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കാം. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയാവുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അല്ല അത്. നിരവധി കാര്യങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിനകത്ത് ഈ ചേലക്കര വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചേലക്കര വിഷയത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഇക്കാര്യത്തിൽ ചേലക്കരയിൽ BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 23,716. അവിടെ വോട്ട് വർദ്ധിപ്പിച്ചത് BJPയാണ്. BJPയുടെ സ്ഥാനാർത്ഥിക്ക് 30,000-ലധികം വോട്ടാണ് ചേലക്കരയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെയും ഞങ്ങളുടെ ജനപിന്തുണയും വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ചേലക്കരയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ രാധാകൃഷ്ണൻ 81,885 വോട്ട് ലഭിച്ച സ്ഥലത്ത് ഇപ്പോൾ 64,000 സംതിങ് വോട്ടാണ്. നേരത്തെ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ 39,400 വോട്ടിൻ്റെ കുറവ് അവിടെ രാഷ്ട്രീയത്തിലുണ്ട്. അവിടെ LDF ജയിച്ചു, LDFിൻ്റെ പ്രദീപ് ജയിച്ചു എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. അതിനെ അഭിനന്ദിക്കുന്നു, അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ മേൽക്കോയ്മ നടത്തിയിട്ടുള്ളത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. BJPയുടെ സ്ഥാനാർത്ഥിക്ക് 30,000-ലധികം വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചേലക്കരയിൽ BJP നടത്തിയിട്ടുള്ള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പരിവർത്തനം. ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങളുടെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. ഞാൻ പാലക്കാട് വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് വിഷയം ഞാൻ ശരത്ത് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്. പാലക്കാട് വിഷയത്തിൽ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് പരിശോധിക്കപ്പെടുന്നത് തന്നെയാണ്. ഞങ്ങൾക്കത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടുത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അവിടുത്തെ എന്ത് പിഴവുണ്ടെങ്കിലും അത് പരിശോധിച്ച് പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങളുടെ മുഖ്യ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി. പക്ഷേ ശ്രീ ശിവൻകുട്ടി അത് പറയുമ്പോൾ ഇനി ഒരു വർഷം തികച്ചില്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ നഗരത്തിൽ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ആ നിലയിൽ കൂടി അത് BJP വളരെ ഗൗരവത്തിൽ ആ തിരിച്ചടിയെ കാണേണ്ടതാണ്. താങ്കളത് വ്യക്തമായി തുറന്നു തന്നെ അക്കാര്യം സമ്മതിച്ച് തന്നെ വിശദീകരിച്ച് സംസാരിച്ചു. മറ്റൊന്ന് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ്. പ്രചരണ രംഗത്ത് ഏറ്റവും അധികം ചർച്ച സ്വാഭാവികമായും BJPക്ക് അത് ആ കാലത്ത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. 2021 ഈ ശ്രീധരനിലൂടെ നേടിയെടുത്ത ഒരു മികവിനെ നിലനിർത്താൻ പോരുന്ന സ്ഥാനാർത്ഥിയാണോ കൃഷ്ണകുമാർ എന്ന ചോദ്യം പ്രചാരണ രംഗത്ത് വളരെ പ്രബലമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ BJPക്ക് അകത്ത് തന്നെ അസംതൃപ്തമായിട്ടുള്ള, അല്ലെങ്കിൽ BJP അനുഭാവ തലങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ആവട്ടെ അസംതൃപ്തമായിട്ടുള്ള, അതിനോട് വലിയ യോജിപ്പില്ലാത്ത, അല്ലാതെ സ്ഥാനാർത്ഥി മാറി വന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വോട്ടുകൾ കൂടിയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നിങ്ങൾ അഭിമുഖീകരിച്ചു എന്നത് ഇപ്പോൾ തുറന്നു പറയാവുന്ന ഒരു യാഥാർത്ഥ്യമാണോ ശ്രീ ശിവൻകുട്ടി? അല്ല, അതിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് പാലക്കാട് മെട്രോ ശ്രീധർ മത്സരിക്കുന്ന സമയത്ത് മെട്രോ ശ്രീധർ ലോകോത്തര നിലവാരമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം എന്ന് പറയുന്നത് ജനങ്ങൾ കൊടുക്കുന്ന വലിയ മഹത്തായ അംഗീകാരമാണ്. അതെല്ലാം BJPയുടെ നേട്ടമായിട്ടാണ് നിങ്ങൾ പ്രചരണ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അങ്ങനെ പറ്റൂ. അതങ്ങനെ തന്നെയാണ്. ഈ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം കുറച്ചുകൂടി ജാഗ്രതയോടെ, ഗൗരവത്തോടെ, അല്ലെങ്കിൽ ഗൗരവമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ജാഗ്രതയോടെ കുറച്ചുകൂടി പൾസ് മനസ്സിലാക്കി ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ല ശരത്ത്, ഞാൻ അതിനകത്ത് ശിവരാജനെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ. ശിവരാജൻ പറയുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇതിനകത്ത് പറയുന്നത് ശ്രീ കൃഷ്ണകുമാർ BJPയുടെ ഏറ്റവും അവിടത്തേക്ക് പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറാണ്. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റികളും പാർട്ടിയുടെ സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനം പറയുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നതും അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്ന ആളുമാണ് ശ്രീ കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന് പാലക്കാടത്തെ സ്വാധീനം ഏറ്റവും വലുതാണ്. ഇപ്പോൾ ശരത്ത്, അവിടെ വോട്ടിങ്ങിൻ്റെ കുറവ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43,000 വന്നിരുന്നു.
ആ 43,000 വന്നത് അവിടെ ഒരു 3,000-ൻ്റെ കുറവ് മാത്രമേ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. അതേസമയം ഞങ്ങളുടെ ശക്തകേന്ദ്രമായിട്ടുള്ള മൂത്താന്തറ പോലെയുള്ള പ്രദേശം, ആ മൂത്താന്തറ പോലെയുള്ള പ്രദേശത്ത് ഞങ്ങൾക്ക് അവിടെ LDF-നും UDF-നും 3 ബൂത്ത് മൂത്താന്തറ, അവിടെ ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ്. ആ മൂത്താന്തറയിൽ 100, 110, 110 അത്രയും 127 വോട്ടുകളെ LDF UDF-ന് ലഭിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് 880 ബാക്കി ഭാഗങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ ശ്രീ ശിവൻകുട്ടി. 1-2 റൗണ്ടിൽ കാരണം ലീഡ് കിട്ടിയപ്പോൾ പോലും വളരെ വീക്കായ ലീഡാണ്. അപ്പോൾ തന്നെ BJPക്ക് അറിയാം ഇത് പോരാ എന്നുള്ളത്. പിന്നീട് രാഹുൽ ലീഡിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ നഗരസഭയുടെ മറ്റു ചില പ്രദേശങ്ങളിലേക്ക് വന്നപ്പോൾ LDF 2ാം സ്ഥാനത്ത് വരുന്നു. ചില റൗണ്ടുകളിലാണ് ഞാൻ പറയുന്നത്, ആകെയല്ല, വരുന്ന നിലയുണ്ടായി. മാത്രമല്ല ചിലയിടത്തൊക്കെ നാമമാത്രമായ ലീഡിലേക്ക് ഒതുങ്ങി. മുത്തന്തറ പോലെ എക്സെപ്ഷണൽ കേസസിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടിയത്. പക്ഷേ അപ്പോൾ പോലും മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ ലീഡിൽ എത്താനേ കഴിഞ്ഞിട്ടില്ലല്ലോ. അതല്ലേ ഈ തിരിച്ചടി, അതുകൊണ്ടാണല്ലോ വോട്ട് കുറഞ്ഞത്. അല്ല, ഞാനിതിനകത്തൊരു കാര്യം ശരത്തെ, സർ, ഒന്ന് ഉപതെരഞ്ഞെടുപ്പാണ്. ഈ ഉപതെരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ പ്രതിപക്ഷത്തിൻ്റെയും ഒരു വലിയ സാന്നിധ്യം അക്കാര്യത്തിലുണ്ട്. ഒന്ന്, ഷാഫി പറമ്പിൽ മത്സരിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അവിടെ ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിനകത്ത്, ഞങ്ങളുടെ നല്ല ശക്തി കേന്ദ്രമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി, ഞാൻ ഇല്ലാന്ന് ഒരിക്കലും നിഷേധിക്കുന്നില്ല. ഞങ്ങൾക്ക് അവിടെ അല്പം വോട്ട് കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളത് പരിശോധിക്കും, അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ മത്സരിച്ച LDF-ൻ്റെ സ്ഥാനാർത്ഥി സരിൻ, ആ സരിൻ ഞങ്ങളുടെ പ്രതീക്ഷ സരിൻ കുറേ കൂടെ മുമ്പോട്ട് പോകുമെന്നാണ്. കാരണം സരിൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിക്കുന്ന സമയത്ത് സരിൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, അതും ഞങ്ങളുടെ പ്രതീക്ഷയിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കത്തിൽ UDF-ൻ്റെ വിജയം, അത് SDPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ വിജയം നടത്തിയിരിക്കുന്നത്.